ശബരിമലയിൽ പുതിയ പരിഷ്കാരം. പരമ്പരാഗത കാനനപാത വഴി വരുന്നവർക്ക് വഴി നിൽക്കാതെ ദർശനം. ശബരിമലയിൽ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നു. പരമ്പരാഗത കാനനപാത വഴി വരുന്നവർക്ക് വഴി നിൽക്കാതെ ദർശനം അനുവദിക്കും. എരുമേലിയിലും പുല്ലുമേട്ടിലും തീർത്ഥാടകർക്ക് പ്രത്യേക എൻട്രി പാസ് നൽകും. തീരുമാനം ഈ തീർത്ഥാടന കാലത്ത് നടപ്പിലാക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഇത്തവണ വൻ വർധനയാണുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 4.5 ലക്ഷത്തിലധികം ഭക്തർ ഇക്കുറി ദർശനത്തിനെത്തി. 22.7 കോടി രൂപയാണ് ഇത്തവണ അധിക വരുമാനമായി ലഭിച്ചത്. നട തുറന്ന് 29 ദിവസത്തെ കണക്കാണ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത്. അരവണ വിൽപ്പനയിൽ നിന്നാണ് കൂടുതൽ തുക ലഭിച്ചിരിക്കുന്നത്. ഇത്തവണ 82.68 കോടി രൂപയുടെ അരവണയാണ് വിറ്റത്. കഴിഞ്ഞ വർഷം അരവണ വിറ്റുവരവിനത്തിൽ ലഭിച്ചത് 65.26 കോടി രൂപയായിരുന്നു. ശബരിമലയിൽ ആകെ വരുമാനത്തിലുണ്ടായ 22.76 കോടിയുടെ വർധനയിൽ 17.41 കോടിയും അരവണ വിൽപ്പനയിൽ നിന്നാണ്. കാണിക്കയിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച തുകയേക്കാൾ 8.35 കോടി രൂപ അധികമെത്തി. ദർശനത്തിനെത്തിയവരുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ടായിട്ടുണ്ട്. ഇതിനോടകം 22.67 ലക്ഷം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ സമയം വരെ 18.17 ലക്ഷമായിരുന്നു ദർശനം നടത്തിയത്. ഇത്തവണ 4.51 ലക്ഷം ഭക്തരാണ് അധികമായി ദർശനത്തിനെത്തിയത്. കഴിഞ്ഞ സീസണേക്കാൾ 4.5 ലക്ഷത്തിലേറെ ഭക്തർ കൂടുതലായി എത്തിയിട്ടും പരാതികളൊന്നുമില്ലാതെ എല്ലാവർക്കും സുഖദർശനം നടത്താൻ കഴിഞ്ഞു എന്നത് ഇത്തവണത്തെ ക്രമീകരണങ്ങളുടെ വിജയമാണെന്ന് ദേവസ്വം പ്രസിഡന്റ് അറിയിച്ചു. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസ് സംവിധാനം വിജയകരമായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.